എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവ് മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് അളവ് ഗോതമ്പ് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് മുഴുവനായിട്ടും മൈദയിലോ അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയിലോ അല്ല ഇതുപോലെ പകുതി പകുതിയായിട്ടോ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഏത് ടൈപ്പ് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഞെരടി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതിപ്പോൾ ഞാനിവിടെ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കാനാണ് പോകുന്നത്. വെള്ളം എപ്പോഴും കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. സാധാരണ വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയിലെ വ്യത്യാസമൊക്കെ അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം. ഇതുപോലെ കൂട്ടൊന്ന് കുഴച്ച് വന്നതിന് ശേഷം അത് ഇതുപോലെ നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഒരു 2 മിനിറ്റ് നേരം കൈയെടുക്കാതെ ഒന്ന് നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചേർത്ത് കൊടുക്കുന്ന പച്ചക്കറികളെല്ലാം നല്ല ചെറുതായിട്ട് അരിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. പേസ്റ്റിന് പകരം ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് ലോ ഫ്ലെയിമിലല്ല, ഇതുപോലെ ചെറുതായിട്ട് കളർ മാറി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലാണ് ഞാനിവിടെ വഴറ്റിയെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചക്കറി നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റങ്ങൾ വരുത്താം. ക്യാപ്സിക്കം ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്താലും മതിയാകും. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ആ ഒരു വെജിറ്റബിൾസിൻ്റെ ക്രഞ്ചിനെസ് പോകാൻ പാടില്ല. ഇത് ഈ ഒരു രീതിക്ക് വാടി വന്നാൽ മാത്രം മതി. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. ഞാനിവിടെ 5 മുട്ട ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വലിയ ഗ്രേറ്ററിലൂടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗ്രേറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ ഒന്നും കൂടെ രുചിയൊക്കെ നന്നായിട്ട് കൂടും. അപ്പോൾ ആ മുട്ട ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഉടച്ച് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ആ ഒരു ഉള്ളിയും ആ ഒരു ക്യാപ്സിക്കും ഒക്കെ കൂടെ നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ഒരു ഫില്ലിംഗ് ഈ ഒരു രീതിക്ക് തയ്യാറാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രുചിയും അതുപോലെ തന്നെ ഒരു ക്രീമി ടെക്സ്ചറും വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് മയോണൈസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മയോണൈസാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. മയോണൈസ് ചേർക്കുന്നത് തികച്ചും ഓപ്ഷനിലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ മയോണൈസും കൂടെ ചേർത്തിട്ട് ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മയോണൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നേരത്തെ ആ ഒരു സ്റ്റേജിൽ നിർത്തിയിട്ടും നമുക്ക് ഫില്ലിങ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. മയോണൈസ് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ രുചിയിലും ഒരല്പം വ്യത്യാസം ഉണ്ടാകും. ഫില്ലിങ് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കുന്ന അത്രയും സമയം ഞാനവിടെ ആ ഒരു ഗോതമ്പ് പൊടി മൈദയുടെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് നീഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള 10 ഉരുളകളാണ് എനിക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. ഇതിനി പരത്തിയെടുക്കാനാണ് പോകുന്നത്. കുറച്ച് ഗോതമ്പ് പൊടിയിൽ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ചപ്പാത്തി പലകയിൽ വെച്ച് നമ്മൾ സാധാരണ പൂരിയൊക്കെ പരത്തുന്ന ആ ഒരു വലുപ്പത്തിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഒരുപാട് കനം കുറച്ചിട്ടല്ല, ഒരല്പം കനത്തിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. നല്ല നേർത്ത് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് അത്യാവശ്യം വെച്ച് കൊടുക്കുക.
അതിനുശേഷം ഇതിൻ്റെ സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന ആ ഒരു രീതി തന്നെയാണ്. അതുപോലെ ഒന്ന് മടക്കിയെടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരുപാട് പരത്തി കൊടുക്കുന്നില്ല. ആ ഒരു ഫില്ലിങ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഈ ഒരു രീതിക്കാണ് ഞാൻ ഈ ഒരു പലഹാരം സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആ ഒരു പാത്രത്തിൽ എത്രയാണോ വെക്കാൻ പറ്റുന്നത് അത്രയും മാത്രം വെച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ എല്ലാം തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുക്ക് ചെയ്തിരിക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം കൂടെ മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ 2 സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒട്ടും തന്നെ എണ്ണ കുടിക്കൊന്നുമില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മുട്ടയും വെജിറ്റബിൾസും ഒക്കെ കൂടി വന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. നിങ്ങൾക്ക് ഈ ഒരു പലഹാരം ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ചും ഉണ്ടാക്കാവുന്നതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എന്തായാലും ട്രൈ ചെയ്യൂ. ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.